ഈ വീഡിയോയിൽ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ ഇറാൻ അമേരിക്ക ഇസ്രായേൽ കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രംപ് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിനെ പിടിച്ചടക്കും, അതുവഴി പോകുന്ന ഇറാന്റെ ട്രാൻസ്ഷിപ്മെന്റുകൾ മൊത്തത്തിൽ തടയും എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ വാർഷിപ്പുകൾ ഇറാനെ ചുറ്റിപ്പറ്റി പല സ്ഥലങ്ങളിലായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മാപ്പ് ഞാനിവിടെ വെക്കുന്നുണ്ട്, നമുക്കതൊക്കെ വിശദമായിട്ട് നോക്കാം. ഏതാണ്ട് 6 യുദ്ധക്കപ്പലുകൾ, അതിനോടനുബന്ധിച്ച് ഓരോന്നിനും നിരവധി ഡിസ്ട്രോയർ ഷിപ്പുകളും അതിനോടൊപ്പം ഉണ്ട്. സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിനെ വരുതിക്ക് വരുത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവരികയാണെന്നാണ് പറയുന്നത്. അമേരിക്കയുടെ കഴിവുകളെക്കുറിച്ച് ട്രംപ് വാനോളം പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട്, പക്ഷേ പ്രായോഗികമായിട്ട് ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞിട്ടില്ല. സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിനെ കൺട്രോൾ എടുക്കണം, കാർഗൈലൻഡിനെ പിടിച്ചടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് യുദ്ധം നടന്നുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളൊക്കെ അമേരിക്കയിൽ നിന്നും വന്നിരുന്നതാണ്. പക്ഷെ അതിനെയെല്ലാം മറികടന്നുകൊണ്ടാണ് വീണ്ടും ചർച്ച എന്നുള്ള തലത്തിലേക്ക് അമേരിക്ക മാറി ചിന്തിച്ചത്. പ്രധാനമായിട്ടും ട്രംപ് ഈ താരിഫൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അമേരിക്ക ഇത്രത്തോളം താരിഫ് കളക്ഷനിൽ നേട്ടം കൊയ്തിരിക്കുന്ന ഒരു ഭരണസമിതി ഇതുവരെ ഉണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ വാചാലനായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ $2000 വെച്ചിട്ട് ഈ താരിഫ് മണിയിൽ നിന്നും പിരിച്ചെടുത്ത പണം കൊണ്ട് മിഡിൽ ക്ലാസ് അമേരിക്കൻസിന്റെ പോക്കറ്റ് മണി ആയിട്ട് കൊടുക്കും എന്ന് വരെ പറഞ്ഞുകൊണ്ടിരുന്ന ട്രംപിന് ഇപ്പം സെനറ്റിന്റെ മുന്നിൽ 1.2 ട്രില്യൺ വാറിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ചോദിച്ച് മുട്ടുകുത്തി നിൽക്കേണ്ട സാഹചര്യമാണ്. അതാണ് ഇപ്പം നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അതൊരു സൈഡിൽ നടക്കട്ടെ, അതൊക്കെ അമേരിക്കയുടെ കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ ഫ്രാൻസ്, UK, ജർമ്മനി, അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് സമാധാനപരമായിട്ട് നമുക്ക് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിനെ ഓപ്പൺ ചെയ്യിപ്പിക്കാം എന്നുള്ള തരത്തിൽ ഒരു ബദൽ പ്ലാൻ, അമേരിക്കയ്ക്ക് ബദൽ പ്ലാൻ അവരെ തട്ടിക്കൂട്ടുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഒരു ഹിഡൻ അജണ്ട ഉണ്ട്. അമേരിക്കയുടെ അജണ്ട എന്ന് പറഞ്ഞാൽ യൂറോപ്പിനെ മുട്ടുകുത്തിക്കുക എന്നുള്ളതാണ്. യൂറോപ്പിനെ മുട്ടുകുത്തിച്ച് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലേക്ക് അണിനിരത്തുക അമേരിക്കയോടൊപ്പം ചേർന്ന്. പക്ഷേ സമാധാനപരമായിട്ട് തീരുമാനമെടുത്ത് ഇറാനുമായിട്ട് ചർച്ച നടത്തി ഇൻഡയറക്ട്ലി ടോളാണെങ്കിൽ ടോൾ കൊടുത്ത് അവർക്ക് വേണ്ട കാര്യം സാധിച്ചെടുക്കാം എന്നുള്ള തരത്തിലുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ ചില തന്ത്രങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് UK ആണ് ശ്രമിക്കുന്നത്. അപ്പോൾ UK, ഫ്രാൻസ് പോലത്തെ രാജ്യങ്ങളുടെ കപ്പലുകൾ ഇപ്പം ടോൾ കൊടുത്തിട്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് കടന്നു പോകുന്നതായിട്ടാണ് ട്രംപിന്റെ അറിവ്. അപ്പോൾ അതിനെ തുടർന്ന് ഇപ്പൊ ഇന്ത്യ, ചൈന പോലത്തെ രാജ്യങ്ങളുടെ കപ്പലുകളെയൊക്കെ തടഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്ത്യ ടോൾ കൊടുത്തിട്ടല്ല ഇറാനിൽ നിന്നും എണ്ണ വാങ്ങിക്കുന്നത്. ഇനി ഇപ്പം അമേരിക്ക ഇറാനിൽ നിന്നും ഇന്ത്യ വാങ്ങുന്ന എണ്ണയോ അല്ലെങ്കിൽ ചൈന വാങ്ങിക്കുന്ന എണ്ണയോ തടഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നിലവിൽ തന്നെ $104 പെർ ബാരലിന് ക്രൂഡ് ഓയിലിന് വില ഉയർന്നു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഇന്ത്യയുടെയും ചൈനയുടെയും എണ്ണയൊക്കെ തടഞ്ഞു കഴിഞ്ഞാൽ ക്രൂഡ് ഓയിലിന്റെ വില ക്രമാതീതമായിട്ട് ഉയർന്നു പോകും എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയുടെയും ചൈനയുടെയും ഒക്കെ എണ്ണയെ തടയാനുള്ള സാധ്യത വളരെ കുറവാണ്. വേണമെങ്കിൽ 1-2 ദിവസത്തേക്ക് ഒരു ടാക്ടിക്സ് എന്നുള്ള നിലയിൽ ഒരു ഫിയർ ഫാക്ടർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു പാനിക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രംപ് ശ്രമിച്ചേക്കാം. അതിലുപരി ഒരു നീണ്ട കാലയളവിൽ ഇന്ത്യക്കുള്ള എണ്ണയോ ചൈനയ്ക്കുള്ള എണ്ണയോ തടയാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഇറാൻ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ എണ്ണ ഇന്ത്യക്കും ചൈനയ്ക്കുമാണ് ഇപ്പോൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള രാജ്യങ്ങളൊന്നും തന്നെ ഇറാനുമായിട്ട് വലിയ രീതിയിൽ എണ്ണ കച്ചവടം നടത്തുന്നില്ല. ഇനി അഥവാ അമേരിക്ക തടയണം എന്നുണ്ടെങ്കിൽ തന്നെ ഇറാന്റെ ഉള്ളിലേക്ക് പോകുന്ന കമോഡിറ്റി, ചരക്ക് നീക്കത്തിൽ തടയാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇറാനിലേക്ക് പോകുന്ന ഫുഡ് ഐറ്റംസ്, അവരുടെ വ്യാപാരം, ആ രീതിയിൽ. പക്ഷേ ഇറാൻ ആണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനുമായിട്ട് സംസാരിച്ചിട്ട് അമേരിക്കയുമായിട്ടുള്ള ചർച്ച നടത്താനാണ് ഇറാൻ പാകിസ്ഥാനിലേക്ക് വന്നത്. അമേരിക്കയുമായിട്ടുള്ള ചർച്ച പരാജയപ്പെട്ടു, പക്ഷേ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച വിജയിച്ചു. പാകിസ്ഥാനും ഇറാനും തമ്മിലൊരു ഡീൽ സൈൻ ചെയ്തിട്ട് സെൻട്രൽ ഏഷ്യ വരെയുള്ള വ്യാപാര പാത പാകിസ്ഥാൻ ഇറാൻ ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ രീതിക്ക് അവർക്ക് കച്ചവടം നടത്താം. റഷ്യ വരെ അവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ട്രേഡ് നടത്താനുള്ള ഒരു സാഹചര്യം ഇപ്പം നിലവിലുണ്ട്. ഇതാണ് ഇപ്പം യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ അമേരിക്ക ഇറാന്റെ ചരക്ക് നീക്കത്തെ തടഞ്ഞാൽ പോലും അവർക്ക് സർവൈവ് ചെയ്യാനുള്ള മാർഗം അവർ ഓൾറെഡി തന്നെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അമേരിക്ക ഡ്രോണുകളെ ചേർത്ത് തോൽപ്പിക്കാനുള്ള ട്രെയിനിങ് വളരെ വിജയകരമായിട്ട് തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. മാസീവായിട്ടുള്ള രീതിയിൽ ഡ്രോൺ ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള കൗണ്ടർ ഡ്രോൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇറാനുമായിട്ടൊരു ക്ലാഷ് വീണ്ടും ഉണ്ടായിക്കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ഫലപ്രദമായ രീതിയിൽ സംരക്ഷിക്കാൻ അത് ഉപയോഗപ്പെടുത്തുമോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ അമേരിക്കയിൽ നിന്ന് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയുമായിട്ട് ചർച്ച നടത്താൻ വന്നിരുന്ന ഗാലിബാഫ്, മുഹമ്മദ് ബാഗർ ഗാലിബാഫ് പറഞ്ഞിരിക്കുന്നത്, പുള്ളി ഒരു കോമഡി സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ആഗോളതലത്തിലെ എണ്ണ വില ഉയരാതിരിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക കഴിഞ്ഞ യുദ്ധം നടന്ന 40 ദിവസങ്ങളിലും അഹോരാത്രം പരിശ്രമിച്ചിരുന്നു. പക്ഷെ അതെല്ലാം തന്നെ പടിവാതിക്കൽ ചെന്ന് കലമുടയ്ക്കുന്നതിന്റെ ആ ഒരു രീതിയിൽ ഇപ്പം കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. സംഭവം വേറെ ഒന്നുമല്ല, ഇപ്പോഴത്തെ അമേരിക്കയുടെ പ്രവൃത്തി എണ്ണവില കൂടാനേ സഹായിക്കുകയുള്ളൂ, അല്ലാതെ ഇറാനെ അത് ഒരു രീതിയിലും ബാധിക്കില്ല എന്ന് മോക്കിംഗ് കമന്റ് ആണ് ഗാലിബാഫ് പറഞ്ഞിരിക്കുന്നത്. ഹെസ്ബുള്ളയുടെ ചീഫ് ആരാണ്? നെയിം കാസിം പറഞ്ഞിരിക്കുന്നത് ലബനാൻ ഗവൺമെന്റ് ഇസ്രായേലുമായിട്ട് ഒരു ചർച്ചയ്ക്ക് പോകരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിവേ, കാരണം ഇസ്രായേലും ലബനനും തമ്മിലുള്ള ഡയറക്റ്റ് ടോക്ക് ചൊവ്വാഴ്ച
ഇന്നാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇത് പാടില്ല എന്നാണ് ഹെസ്ബുള്ളയുടെ നിലപാട്. പാകിസ്ഥാനിൽ വെച്ചിട്ട് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും സംഘവും ഇറാനുമായിട്ട് നടത്തിയ ചർച്ച പരാജയപ്പെട്ടെങ്കിലും ഇപ്പോഴും ഇറാനുമായിട്ട് ഒരു ഇൻഡയറക്റ്റ് ടോക്ക് മുന്നോട്ട് പൊക്കോണ്ട് തന്നെയാണ് ഇരിക്കുന്നത് എന്നുള്ള ഒരു വാർത്തയും കൂടി വരുന്നുണ്ട്. പാകിസ്ഥാൻ ഇതിന്റെ ബാക്ക് ചാനലിൽ നിരന്തരം പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് വാർത്തകൾ വരുന്നത്. എങ്ങനെയെങ്കിലും പാകിസ്ഥാൻ ഒരു ലോട്ടറി അടിച്ചാലോ എന്നുള്ള തരത്തിലാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഈ രണ്ട് കൂട്ടർ, ഇസ്രായേൽ, അമേരിക്ക, ഇറാൻ, ഈ കോൺഫ്ലിക്റ്റ് അത്ര എളുപ്പത്തിൽ തീർക്കാൻ പറ്റുന്ന ഒരു കോൺഫ്ലിക്റ്റ് അല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. പാകിസ്ഥാൻ ചെന്ന് കയറിക്കൊടുത്ത സ്ഥലം അത്ര ശരിയല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ബേസിക്കലി അതാണ് പ്രശ്നം. ഇറാൻ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ബാബൽ മന്ദീബ്, റെഡ് സീയുടെ ഏരിയ ഹൂത്തികളെ വെച്ചിട്ട് ഇപ്പൊ തടയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അമേരിക്കയുടെ പെരുമാറ്റം അതിര് കടന്നാൽ ഞങ്ങൾക്കൊരു റെഡ് ലൈൻ ഉണ്ട്. ആ റെഡ് ലൈൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ബാബൽ മന്ദീബിലും തടസ്സം സൃഷ്ടിക്കുമെന്നാണ് ഇറാൻ ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ട്രംപ് തടയണമെങ്കിൽ ആരെ തടയും? ട്രംപ് പറഞ്ഞിരിക്കുന്നത് ടോൾ കൊടുത്തു പോകുന്ന കപ്പലുകളെ ഞങ്ങൾ തടയും. അപ്പൊ ഇവർ ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഇവർ കണ്ടെത്തും? ടോൾ കൊടുത്തിട്ടാണോ വരുന്നത്, ടോൾ കൊടുക്കാതെയാണോ വരുന്നത് എന്നുള്ളത് എങ്ങനെ കണ്ടെത്തും? അതായത് ശരിക്കും ഇപ്പോൾ അമേരിക്ക പറഞ്ഞിരിക്കുന്നത് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് കടന്ന് കപ്പലുകൾ വരുമ്പോൾ അവിടെ ഒരു ചെക്ക് പോയിന്റ് അമേരിക്കയുടെ സൈഡിൽ നിന്നും ഉണ്ടാവും. ആ ചെക്ക് പോയിന്റിൽ കൃത്യമായിട്ട് അമേരിക്ക പരിശോധന നടത്തും. അപ്പോൾ അതായത് നിങ്ങൾ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് കടന്നു വരുന്ന കപ്പലുകൾ, മറ്റുള്ള കപ്പലുകൾക്ക് അവിടെ പെർമിഷൻ കിട്ടാതെ കിടക്കുമ്പോൾ പെർമിഷൻ കിട്ടി സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് കടന്നു വരുന്ന കപ്പലുകളെ അമേരിക്ക പരിശോധിക്കുമെന്നാണ് പറയുന്നത്. ഇത് തന്നെ ഒരു ഇന്റർനാഷണൽ ലോ വയലേഷൻ ആണ്. അമേരിക്കക്കാരാണ് ഈ പെർമിഷൻ കൊടുത്തിരിക്കുന്നത് എന്നുള്ള ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് ഒരു സൈഡിൽ. പക്ഷെ അതേസമയം അത് അവർക്ക് കണ്ടെത്താൻ കഴിയുമെന്നാണ് അമേരിക്ക പറയുന്നത്. അത് എങ്ങനെ കണ്ടെത്തും എന്നുള്ളത് നമുക്കറിയില്ല. ഒരു പിടുത്തമില്ല. അമേരിക്ക കണ്ടെത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതേസമയം ചൈന പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ കപ്പലുകളെ എങ്ങാനും നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ ഉള്ള കാര്യം പറഞ്ഞേക്കാം, ഞങ്ങളും കൂടി രംഗത്തിറങ്ങും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അമേരിക്കക്കെതിരെയുള്ള വാണിംഗ് ചൈന കൊടുത്തിട്ടുണ്ട്. ഞാൻ വെച്ചിരിക്കുന്ന മാപ്പിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഏതാണ്ട് 6ഓളം ഷിപ്പുകൾ, ഗ്രീൻ കളറിൽ റിഫ്ലക്ട് ചെയ്യുന്ന ഷിപ്പുകളെല്ലാം തന്നെ മിഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കപ്പലുകളാണ്, ചെയ്തുകൊണ്ടിരിക്കുന്ന കപ്പലുകളാണ്. അതെല്ലാം തന്നെ വാർഷിപ്പുകളാണ്. ആ വാർഷിപ്പുകളെല്ലാം തന്നെ കൃത്യമായിട്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിനെ നോക്കി തന്നെയാണ് അത് എയിം ചെയ്തിരിക്കുന്നത്. തുർക്കിയുടെ ഫോറിൻ മിനിസ്റ്റർ ഹക്കാൻ ഫിദാൻ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് നിരന്തരമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണം, യുദ്ധമില്ലെങ്കിൽ ഇസ്രായേലിന് ഉറക്കം വരില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെയാണ് ഹക്കാൻ ഫിദാൻ പറഞ്ഞിരിക്കുന്നത്, തുർക്കിയുടെ ഫോറിൻ മിനിസ്റ്റർ. തുർക്കിക്കെതിരെ ഉഗാണ്ട പ്രസിഡന്റ് ശക്തമായ ഒരു സ്റ്റേറ്റ്മെന്റ്, ശക്തമായ സ്റ്റേറ്റ്മെന്റ് അല്ല, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മോശപ്പെട്ട രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് പറയാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ എന്തായാലും പുള്ളിക്കാരൻ എന്താണ് പറഞ്ഞത് എന്നുള്ളത് ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞു വെച്ചേക്കാം. പുള്ളിക്കാരൻ പറഞ്ഞത് തുർക്കിയുടെ കമേഴ്ഷ്യൽ കോംപ്ലക്സ് സേഫ് ഗാർഡ് ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ തുർക്കിയുടെ വ്യാപാര കമേഴ്ഷ്യൽ സെന്റർ ഉണ്ട് എവിടെ? യുഗാണ്ടയിൽ. അപ്പൊ ഈ യുഗാണ്ടയിലുള്ള ഈ കമേഴ്ഷ്യൽ സെന്ററിനെതിരെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. കാരണം തുർക്കി യുഗാണ്ടയിൽ ഇപ്പം നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടത്തിനെ എതിർത്തുകൊണ്ട് നിൽക്കുന്ന ഓപ്പോസിഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഉഗാണ്ടയ്ക്കുള്ളിൽ. യൊവേരി കക്കൂട്ട മെസോവിനി ഇയാളാണ് ഇപ്പൊ നിലവിലെ യുഗാണ്ടയുടെ പ്രസിഡന്റ്. പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് തുർക്കിയുടെ കമേഴ്ഷ്യൽ കോംപ്ലക്സുകളെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ $1 ബില്യൺ തരണം, അതോടൊപ്പം നിങ്ങളുടെ നാട്ടിലുള്ള സുന്ദരികളായ പെൺകുട്ടികളെ ഞങ്ങൾക്ക് വിവാഹം കഴിച്ചു തരണം എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത് വല്ലാത്ത രീതിയിൽ അപമാനിക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അത് വിദ്യാഭ്യാസ നിലവാരമില്ലാത്ത, തിരിച്ചറിവില്ലാത്ത, സിവിലൈസ്ഡ് സൊസൈറ്റിക്ക് ചേരാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് യുഗാണ്ടൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റ്. എനിവേ ഇതിന് തയ്യബെർദകൻ ഉടനെ തന്നെ മറുപടി കൊടുക്കുമായിരിക്കാം. കാരണം യുഗാണ്ടൻ പ്രസിഡന്റിന്റെ നിലപാടുകളെല്ലാം തന്നെ തുർക്കിക്കെതിരെയാണ്. അത് പ്രധാനമായിട്ടും തുർക്കി ഉഗാണ്ടയിൽ കയറി പുള്ളിക്കാരന്റെ ഗവൺമെന്റിനെതിരെയുള്ള നിലപാടെടുത്തിരിക്കുന്ന ഓപ്പോസിഷൻ പാർട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് ആയുധങ്ങളൊക്കെ കൊടുത്ത് യുഗാണ്ടയിൽ കലാപം സൃഷ്ടിക്കാൻ വരെ കാരണമായി തീർന്ന തുർക്കിക്കെതിരെ തന്നെയാണ് പുള്ളിക്കാരൻ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അതാണ് മെയിനായിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് പറയാനുള്ള കാരണം. എനിവേ ഇനി തുർക്കിയുടെ സൈഡിൽ നിന്ന് ഇതിന്റെ മറുപടി എന്താണെന്നുള്ളത് നമുക്ക് വൈകാതെ തന്നെ അറിയാൻ കഴിയും. തയ്യബെർദകൻ വെറുതെ ഇരിക്കത്തില്ല, എന്തെങ്കിലുമൊക്കെ സ്റ്റേറ്റ്മെന്റുകൾ ഉടനെ തന്നെ പറയും. സ്റ്റേറ്റ്മെന്റേ പറയുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. അതുപോലെ തന്നെ ആ ഓപ്പോസിഷൻ ടീമുകളെ കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്യിപ്പിക്കുമായിരിക്കും. അതുപോലെ അടുത്തൊരു മാന്യൻ, അപ്പം ഇയാള് പെഡ്രോ സാൻഡേഴ്സ്. ഈ പെഡ്രോ സാൻഡേഴ്സ് വളരെ ശക്തമായ രീതിയിൽ അമേരിക്കയെ എതിർത്ത് സംസാരിക്കുന്നുണ്ട്. ഇറാൻ യുദ്ധത്തിൽ സമാധാനപരമായിട്ടുള്ള തീരുമാനമെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഘോര പ്രസംഗിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഈ പെഡ്രോ സാൻഡേഴ്സ്. ഇപ്പൊ പെഡ്രോ സാൻഡേഴ്സിന് പറ്റിയിരിക്കുന്ന അബദ്ധം എന്ന് പറഞ്ഞാൽ പെഡ്രോ സാൻഡേഴ്സിന്റെ വൈഫിന് ഇപ്പോൾ അറസ്റ്റ് വാറന്റ്, ആന്റി കറപ്ഷൻ ബ്യൂറോയാണ് ഈ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പ്രാഥമികമായിട്ട് കേസെടുത്ത് അന്വേഷണം നടത്തിയതിൽ തെളിവ് ഉണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഈ അറസ്റ്റ് വാറന്റ് ഇഷ്യൂ ചെയ്തിരിക്കുകയാണ്. അപ്പം ഉടനെ തന്നെ പെഡ്രോ സാൻഡേഴ്സിന്റെ വൈഫ് ബിഗോന ഗോമസ് അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് പെഡ്രോ സാൻഡേഴ്സ് ഞാൻ വലിയ മാന്യനാണെന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങളും ചെയ്യുകയും ഇയാൾ വഴിവിട്ട രീതിയിൽ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഭാര്യയെ വെച്ചിട്ട് പൈസ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ചുരുക്കം. അതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ എന്തായാലും
കറപ്ഷൻ എന്നുള്ളത് പെഡ്രോ സാൻഡേഴ്സിന് ഒരു ബാഡ് ഇമേജ് തന്നെയാണ്, അതിൽ യാതൊരു മാറ്റമില്ല. സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിനെ തടയാൻ വേണ്ടിയിട്ട്, അതിലേക്കുള്ള ചരക്ക് നീക്കത്തിനെ തടയാൻ വേണ്ടിയിട്ട് അമേരിക്ക ഇറങ്ങിത്തിരിക്കുന്നു പറഞ്ഞാൽ അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. അവിടെ മെയിൻ ആയിട്ടുള്ള പോർട്ടുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാർഗ് ഐലൻഡ്, അത് ഉള്ളിൽ കയറി കിടക്കുന്ന സ്ഥലമാണ്. അവിടെ ഓൾറെഡി തന്നെ പാർഷ്യലി ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഓക്കെ, അതൊരു സൈഡിൽ ഇരിക്കട്ടെ. പിന്നെ ഗ്യാസ് പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും അമേരിക്കയും ഇസ്രായേലും അറ്റാക്ക് നടത്തിയിട്ടുണ്ട്, സൗത്ത് പാർസ് എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബന്ദർ അബ്ബാസ് പോർട്ട്, അവിടെയും ശക്തമായ രീതിയിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട് അമേരിക്കയും ഇസ്രായേലും കൂടി ചേർന്നിട്ട്. ഇനി അടുത്തുള്ളത് ചാബഹാർ പോർട്ട്, ഈ ചാബഹാർ പോർട്ടിലും അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഇനി അവിടെയുള്ളത് വളരെ ചെറിയ തോതിൽ മാത്രം ട്രാൻസ്പോർട്ടേഷൻ നടത്താൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള 2 പോർട്ടുകളാണ്. അതിലൊന്ന് ഇമാം കൊമേനി പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർട്ടുണ്ട്. അതുപോലെ തന്നെ ലാവാൻ ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐലൻഡ് ഉണ്ട്. ഇവിടെയും ഇസ്രായേൽ അറ്റാക്ക് നടത്തിയതാണ്. എന്തായാലും അത് ഉപയോഗപ്പെടുത്തുന്ന അത് ഇപ്പോഴും ഉപയോഗിക്കാൻ പറ്റും, അത് ഇപ്പോഴും യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് തുടരുന്നത്. ഈ 2 ഏരിയകളിലാണ് ഏറ്റവും കൂടുതൽ ട്രാൻസ്ഷിപ്മെന്റ് നടക്കാൻ സാധ്യതയുള്ള ഏരിയ. അപ്പോൾ എന്തായാലും അമേരിക്ക ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത് ഒരു പിടുത്തമില്ല. ഇപ്പോൾ ഫ്രാൻസിന് ഒരു ചെക്ക്മേറ്റ് ആവും. കാരണം ഇമ്മാനുവൽ മാക്രോൺ അവിടെ ടോൾ കൊടുത്തിട്ടാണ് കപ്പൽ ഷിപ്മെന്റ് ക്ലിയറൻസ് വാങ്ങി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഫ്രാൻസിന്റെ കപ്പലുകളെ അമേരിക്ക തടഞ്ഞിട്ട് ചോദിക്കും, യൂറോപ്പിന്റെ മറ്റുള്ള കപ്പലുകളൊക്കെ ഇവിടെ കിടക്കുമ്പോൾ നിങ്ങൾ UK ഫ്രാൻസ് മാത്രം എങ്ങനെയാണ് ഇവിടെ നിന്ന് കപ്പൽ കൊണ്ടുപോകുന്നത്? അപ്പോൾ അതുകൊണ്ട് ഇതിൽ നമുക്ക് ഡൗട്ടുണ്ട്. കൃത്യമായിട്ട് യൂറോപ്പിനെ പൂട്ടാൻ വേണ്ടി തന്നെയാണ് ട്രംപ് ഇറങ്ങിയിരിക്കുന്നത്. അതിനോടൊപ്പം സ്ട്രേറ്റ് ഓഫ് ഹോർമൂസുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ചർച്ച പരാജയപ്പെട്ടതും അതിന് ഒരു റിവെഞ്ച് എടുക്കണം എന്നുള്ള തീരുമാനത്തിലാണ് അമേരിക്ക ഇപ്പം സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ഇറങ്ങിയിരിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, 21 മണിക്കൂർ ചർച്ച നടത്തിയതും ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിനെ കുറിച്ചാണ്. അതിന്റെ സ്റ്റേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അമേരിക്ക ഇത്രയും പെയിൻഫുൾ ആയിട്ട് ചർച്ച അവസാനിച്ച ഉടനെ തന്നെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസുമായിട്ട് ബന്ധപ്പെട്ട പ്രഖ്യാപനവുമായിട്ട് വന്നിരിക്കുന്നത്. 158 അമേരിക്കൻ ഷിപ്പുകളാണ് ഓവറോൾ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിനെ ഫോക്കസ് ചെയ്ത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ 7 വാർഷിപ്പുകൾ, അതിനോടൊപ്പം നിരവധി ഡിസ്ട്രോയേഴ്സ്. കീർ സ്റ്റാർമർ, മെർസ് ഫ്രെഡറിക്, ഇമ്മാനുവൽ മാക്രോൺ അടങ്ങുന്ന യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും തമ്മിൽ, 2 ചേരികളും തമ്മിൽ വല്ലാത്ത രീതിയിലുള്ള ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഓപ്പൺ ആയിട്ട് പൊട്ടിത്തെറിക്കുന്നില്ലെന്ന് മാത്രം. ശരിക്കും നാറ്റോ ആണെന്നുണ്ടെങ്കിൽ നെക്ക് പോയിന്റിൽ നിൽക്കുകയാണ്. നാറ്റോ തകർച്ചയുടെ വക്കിലാണ്. ഒരു അഗ്രസീവായിട്ടുള്ള ഒരു ചെറിയ ആക്ട് മതി നാറ്റോ തകരാൻ. അതാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം. അതല്ല ഇറാന്റെ യുദ്ധം വളരെ സ്മൂത്ത് ആയിട്ട് ഈ ഒരു രീതിയിൽ തന്നെ അവസാനിച്ചുവെങ്കിൽ നാറ്റോയിലും അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയനിലൊക്കെ ഇതേപോലത്തെ ഒരു വിയോജിപ്പും, ഇറാഖ് യുദ്ധം കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ഒരു അൺസർട്ടനിറ്റി ഉണ്ടായിരുന്നത്, ആ ഒരു അൺസർട്ടനിറ്റി ഉണ്ടാവും. അത് കുറെ കാലം ഇങ്ങനെ തുടരും. പിന്നെ US ഒരു പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഒക്കെ വന്നിട്ട് പിന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയൊക്കെ മാറി ഡെമോക്രാറ്റിക് പാർട്ടി വന്നു കഴിഞ്ഞാൽ ബന്ധം കുറച്ചുകൂടെ സ്റ്റേബിൾ ആവാനുള്ള സാധ്യതയുണ്ട് യൂറോപ്യൻ യൂണിയനും നാറ്റോയും. പക്ഷെ അതുവരെ പിടിച്ചു നിൽക്കണം. അപ്പോൾ ഈ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള നെക്സ്റ്റ് 3 years അതാണ് നാറ്റോയ്ക്കും യൂറോപ്യൻ യൂണിയനും വലിയ ചാലഞ്ച് ആയിട്ട് മുന്നിലുള്ളത്. ട്രംപ് ഭരിക്കുന്ന നെക്സ്റ്റ് 3 years ഇത് വലിയൊരു പ്രശ്നമാണ്. ഈ കടമ്പ എങ്ങനെ മറികടക്കുന്നോ അതിനനുസരിച്ചിരിക്കുന്ന നാറ്റോയുടെ ഭാവി. ഇല്ലാന്നുണ്ടെങ്കിൽ നാറ്റോ തകരും, ഉറപ്പാണ്. ട്രംപ് തകർത്ത് കളയും. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ളത് പൊതുവിലുള്ള ചിന്താഗതി മാത്രമല്ല, ഈ നാറ്റോ രാജ്യങ്ങളുടെ സർവൈവലിനും യൂറോപ്യൻ യൂണിയന്റെ നിലനിൽപ്പിനും എല്ലാം തന്നെ ഈ ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ നിലവിലെ ജിയോ പൊളിറ്റിക്സ് ഇതേ മാതൃകയിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഇറാൻ യുദ്ധം അവസാനിക്കണം. അത് വീണ്ടും തുടങ്ങിയാൽ അൺസർട്ടനിറ്റി കൂടും, ജിയോ പൊളിറ്റിക്കൽ അൺസ്റ്റെബിലിറ്റി വർദ്ധിക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പം നിലവിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഒരു ടെൻഷൻ ഏരിയ ആയിട്ട് തന്നെയാണ് തുടരുന്നത്. ഇസ്രായേലും അമേരിക്കയും കൂടി ചേർന്നിട്ട് വീണ്ടും ഇറാന്റെ മേലുള്ള ആക്രമണം തുടങ്ങാതിരിക്കണം. അങ്ങനെയുള്ള നിരവധി കടമ്പകളുണ്ട്. എന്തായാലും ഇത് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് ഒരു എത്തും പിടിയും കിട്ടാത്ത രീതിയിലാണ് കാര്യങ്ങളുടെ മുന്നോട്ട് പോക്ക്. അതേപോലെ ഹംഗറിയുടെ പുതിയ പ്രസിഡന്റ് പീറ്റർ മെഗ്യാൻ പറഞ്ഞിരിക്കുന്നത്, JD വാൻസ് ഹംഗേരിയിൽ വന്നിട്ട് പീറ്റർ മെഗ്യാനെതിരെയുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് ഓക്കെ, അതൊന്നും വലിയ കാര്യമില്ല. ഹംഗറിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അമേരിക്ക ഹംഗറിയിൽ വന്ന് സംസാരിക്കുന്നുവെങ്കിൽ ഞാൻ ഓക്കെയാണ്, ഐ വിൽ ടോക്ക് ടു ദം, അതിൽ യാതൊരു പ്രശ്നമില്ല. അല്ലാതെ വ്യക്തിപരമായി എനിക്ക് അമേരിക്കയുമായിട്ട് ഒരു താല്പര്യങ്ങളും ഇല്ല എന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഉക്രൈന് യൂറോപ്യൻ യൂണിയൻ കൊടുക്കാനിരിക്കുന്ന 90 ബില്യൺ യൂറോയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നോ ഒബ്ജക്ഷൻ പറഞ്ഞിരിക്കുകയാണ് പീറ്റർ മെഗ്യാൻ. അതുപോലെ തന്നെ ഹംഗറിയുടെ സോവറൈൻ ഫണ്ടിൽ നിന്നും ഉക്രൈന് പണം കൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്നും കൂടി പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യൂറോപ്യൻ യൂണിയന്റെ കോമൺ ഫണ്ടിൽ നിന്ന് കൊടുക്കാം, പക്ഷേ ഹംഗറി എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ സോവറൈൻ ഫണ്ടിൽ നിന്നും കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നും കൂടി പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുള്ളി മറ്റൊരു വിഷയം കൂടി കൂട്ടിച്ചേർക്കുന്നത്, ഉക്രൈൻ വിക്ടിമാണ്, ഉക്രൈന്റെ ലാൻഡ് റഷ്യക്ക് കൈമാറാൻ ഒരിക്കലും ഞാൻ സമ്മതിക്കത്തില്ല. ആ നിലപാടും കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് പീറ്റർ മെഗ്യാൻ. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്കെതിരെ ഉക്രൈന്റെ വിജയമായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളും അതിനെ അങ്ങനെയാണ് നോക്കിക്കാണുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഹംഗറിയിൽ നടന്ന ഈ ഒരു വിജയം ഉക്രൈന്റെ വിജയമായിട്ട് കരുതപ്പെടുന്നു. അതാണ് വാസ്തവം. അപ്പോൾ എന്തായാലും ഈ സാഹചര്യത്തിൽ ഉക്രൈൻ ആണെന്നുണ്ടെങ്കിൽ റഷ്യക്കുള്ളിൽ ഒരു പെട്രോ കെമിക്കൽ ഫാക്ടറിയിൽ മാസീവ് ആയിട്ടുള്ള അറ്റാക്ക്. ഉക്രൈൻ ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ടാർഗറ്റ് ചെയ്ത് ആഴ്ചയിൽ 1-2 ഫാക്ടറികൾ
പ്രത്യേകിച്ച് ഇതേപോലത്തെ പെട്രോകെമിക്കൽ പ്ലാന്റുകൾ, ഓയിൽ റിഫൈനറികൾ, ഇതൊക്കെയാണ് ടാർഗറ്റ് ചെയ്ത് ഉക്രൈൻ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പട്ടികയിൽ പെടുത്താവുന്ന രീതിയിലുള്ള ഒരു മാസീവ് ആയിട്ടുള്ള അറ്റാക്കാണ് ഉക്രൈൻ നടത്തിയിരിക്കുന്നത് റഷ്യക്കുള്ളിൽ. തീർച്ചയായിട്ടും ഇതിന്റെ തിരിച്ചടി ഉടനെ തന്നെ ഉണ്ടാവും. ഇന്തോനേഷ്യയുടെ പൊസിഷൻ അത് വളരെ കൺഫ്യൂസ്ഡ് ആണ്. ഒന്നാമത്, ഇന്ന് മാത്രം 3 സ്റ്റേറ്റ്മെന്റുകൾ ഇന്തോനേഷ്യയെ കുറിച്ച് പുറത്തു വന്നിട്ടുണ്ട്. 3 വ്യത്യസ്ത തരത്തിലുള്ള ഇൻസിഡന്റുകളാണ്. അതിൽ 2 എണ്ണം അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരു സൈഡില് പ്രബുവോ സുബിയാന്തോ, ഇന്തോനേഷ്യൻ പ്രസിഡന്റ്, റഷ്യ സന്ദർശിക്കുകയാണ്. ക്രെംലിനിൽ റഷ്യയിൽ വ്ളാഡിമിർ പുടിനെ കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ വൈറ്റ് ഹൗസിൽ നിന്നും സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട്. ഇന്തോനേഷ്യ അമേരിക്കയുമായിട്ട് നിരവധി ഡീലുകൾ സൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പ്രബുവോ സുബിയാന്തോയെ നമ്മൾ ഗാസ പീസ് അക്കോർഡിൽ ഈജിപ്തിലെ ഷർമൽ ഷെയ്ഖിൽ വെച്ചിട്ട് കണ്ടതാണ്. അവിടെ പുള്ളിക്കാരൻ ട്രംപുമായിട്ട് വളരെ ഊഷ്മളമായ ബന്ധം പങ്കുവെക്കുകയും അതുപോലെ അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ സ്വന്തമാക്കാനുള്ള കരാറുകൾക്ക് വരെ ഒപ്പിട്ട് കൊടുത്തിട്ട് വന്ന വ്യക്തിയാണ്. അതുപോലെ ഗാസയ്ക്കുള്ളിൽ ഇന്തോനേഷ്യൻ ട്രൂപ്പിനെ വിന്യസിക്കാൻ വരെ തയ്യാറായിട്ടുള്ള വ്യക്തിയാണ് പ്രബുവോ സുബിയാന്തോ. അതൊരു സൈഡിൽ നിൽക്കട്ടെ. അപ്പൊ ആ സമയത്ത് ഇതേപോലെ പീറ്റർ ഹെക്സത്ത് അമേരിക്കയിൽ നിന്ന് പറയുകയാണ്, ഇന്തോനേഷ്യയും അമേരിക്കയും തമ്മിലുള്ള ഡിഫൻസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കരാറുകളെ കുറിച്ച് പരാമർശിക്കുകയായിരുന്നു പീറ്റർ ഹെക്സത്ത്. അതേ സാഹചര്യത്തിൽ ഇന്തോനേഷ്യയുടെ എയർബേസ് അമേരിക്ക ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഇന്തോനേഷ്യ അത് റിജക്ട് ചെയ്തിരുന്നു. അതും കൂടി വ്യത്യസ്തമായ ഒരു സ്റ്റേറ്റ്മെന്റ്, അതും കൂടി വ്യത്യസ്തമായ ഇന്തോനേഷ്യയുടെ ഒരു നിലപാടാണ് ശരിക്കും. അപ്പൊ അതായത് ഇന്തോനേഷ്യയും പറയാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. അപ്പൊ അതിൽ എല്ലാ കാര്യങ്ങൾക്കും അവർ ഓക്കെ അല്ല. ചില കാര്യങ്ങളിൽ അവർക്ക് ഓക്കെയാണ്, പക്ഷേ എല്ലാ കാര്യങ്ങളിലും അതിനനുസരിച്ച് ഓക്കെ അല്ല. അപ്പൊ അതും അവര് ആരുടെയും അലയല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കാനാണ് ഇന്തോനേഷ്യയും അവരാരുടെയും അലയല്ല, അവർക്ക് ഓൺ ഫോറിൻ പോളിസി ഉണ്ട് എന്ന് പറയാതെ പറയുന്ന ഒരു രീതിയാണ് പ്രബുവോ സുബിയാന്തോയുടെ ഇന്തോനേഷ്യയെ നയിക്കുന്ന ഈ ഒരു നിലപാടുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് വായിച്ചെടുക്കാൻ പറ്റുന്നത്. എനിവേ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പുകൾ രേഖപ്പെടുത്തുമോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ നിലവിൽ ഇതാണ് സാഹചര്യം. അപ്പൊ ഇറാൻ പറഞ്ഞിരിക്കുന്നത്, അമേരിക്ക ഏതെങ്കിലും തരത്തിൽ ഇറാനിയൻ ഷിപ്പുകളെ തടഞ്ഞാലോ, ഇറാനിയൻ പോർട്ടിൽ വന്നിട്ട് കച്ചവടം നടത്തി മുന്നോട്ട് പോകുന്ന ഷിപ്പുകളെ തടഞ്ഞാലോ അമേരിക്കയുടെ ഷിപ്പുകൾക്ക് മേളിൽ ശക്തമായ രീതിയിൽ ആക്രമണങ്ങൾ നടത്തുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് ഇറാനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ടെൻസ്ഡ് മൊമെന്റിലാണ് നിലവിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഓരോ ദിവസങ്ങളും പുതിയ പുതിയ ഡെവലപ്മെന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.